കഴിഞ്ഞ കുറെ മാസങ്ങളായി ലോങ് വീഡിയോസിന് വ്യൂസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. പല ക്രിയേറ്റേഴ്സും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അതേസമയം ഷോർട്സിൽ നല്ല രീതിയിൽ വ്യൂസും ലഭിക്കുന്നുണ്ട്. അതായത് യൂട്യൂബ് ഷോർട്സിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഷോർട്സ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഒരു ഷോർട്ട് ചാനൽ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാമെന്നും ഷോർട്സിൽ എങ്ങനെ കൂടുതൽ വ്യൂസ് നേടാമെന്നും ഷോർട്സിൽ വരുത്തുന്ന മിസ്റ്റേക്സും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ലോങ് വീഡിയോസിന്റെ അൽഗോരിതം പോലെയല്ല ഷോർട്സിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഷോർട്സ് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഷോർട്സ് അൽഗോരിതം ഷോർട്സ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോ കൂടുതൽ കാണുന്നവരിലേക്കാണ് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത്. ഷോർട്സിനായിട്ട് പ്രത്യേക ഒരു ചാനൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കൂടുതൽ ഷോർട്ട് വീഡിയോ ആയിരിക്കണം. ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള കണ്ടന്റും ഷോർട്സ് ആയിട്ട് കാണാൻ ഓഡിയൻസ് ആഗ്രഹിക്കുന്നില്ല. ഉദാഹരണത്തിന് പ്രോബ്ലം സോൾവിംഗ് ഒക്കെ ഷോർട്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതേസമയം വ്ലോഗ് ചാനലാണ് ഷോർട്സിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിക്കുന്ന കാറ്റഗറി. ഗെയിമിംഗ്, ASMR, കുക്കിംഗ് ഒക്കെ നല്ല കാറ്റഗറിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുക. ചെറിയ ചാനലാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുക. കാരണം ഷോർട്സിൽ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് ലഭിച്ചാൽ നെക്സ്റ്റ് വീഡിയോ വൈറലായ വീഡിയോ കണ്ട ഓഡിയൻസിലേക്കാണ് പോകുന്നത്. ഇത് ഷോർട്ട് ഫീഡിലൂടെയും ബ്രൗസ് ഫീച്ചേഴ്സിലൂടെ ആയിരിക്കും പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഇത് ഷോർട്ട് വീഡിയോ കാണുന്ന ഓഡിയൻസിലേക്ക് പോകില്ല. അതുകൊണ്ട് വ്യൂസും ലഭിക്കില്ല. അതല്ലെങ്കിൽ പിന്നെ ലോങ് വീഡിയോസ് കാണുന്ന ഓഡിയൻസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വലിയ ചാനലുകളിൽ ഷോർട്സിനും ലോങ് വീഡിയോസിനും ഒരുപോലെ കൂടുതൽ വ്യൂസ് ലഭിക്കുന്നത്. കാരണം ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും കാണുന്ന ഓഡിയൻസ് ഓൾറെഡി ആ ചാനലിൽ ഉണ്ടായിരിക്കും. പക്ഷേ ചെറിയ ചാനലുകളിൽ ഇത് പെട്ടെന്ന് നടക്കില്ല. ഷോർട്സിന് വ്യൂസ് ലഭിക്കണമെങ്കിൽ കൂടുതൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യണം. രണ്ടാമതായിട്ട് ഷോർട്സിൽ ശ്രദ്ധിക്കേണ്ടത് ടൈറ്റിലാണ്. ടൈറ്റിലിന് വലിയ പ്രശസ്തിയൊന്നും ഷോർട്സിൽ ഇല്ല. അതായത് ടൈറ്റിൽ കീവേഡ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ്. നമുക്കറിയാം ലോങ് വീഡിയോസ് സജഷനിലൂടെയും സെർച്ചിലൂടെയും കൂടുതൽ വ്യൂസ് ലഭിക്കും. എന്നാൽ ഷോർട്സിലേക്ക് വരുമ്പോൾ ഇത് വളരെ കുറവാണ്. ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയും ഷോർട്ട് ഫീഡിലൂടെയാണ് കൂടുതൽ വ്യൂസ് ലഭിക്കുന്നത്. നമ്മൾ ഒരു ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട ശേഷം ആ ചാനലിലെ മറ്റ് വീഡിയോസ് ആണ് ഹോം പേജിലൂടെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നീട് സെയിം കാറ്റഗറിയിലുള്ള വീഡിയോസ് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് റെക്കമെൻഡ് ചെയ്യും. ഇതിലെ ഓരോ വീഡിയോസിനും നമ്മൾ എത്രത്തോളം വാച്ച് ചെയ്തു എന്നതനുസരിച്ചാണ് ഈ ചാനലിലെ മറ്റ് വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതല്ലാതെ കീവേഡ്സിലൂടെ ഒരു സജഷൻ അവിടെ നടക്കുന്നില്ല. ചില വൈറൽ ഷോർട്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിന്റെ ടൈറ്റിലിൽ കീവേഡ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. സ്മൈലി മാത്രമുള്ള ടൈറ്റിലിൽ വരെ മില്യൺ കണക്കിന് വ്യൂസ് ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈറ്റിലിൽ കീവേഡ്സിന് വലിയ പ്രാധാന്യമില്ല. പക്ഷേ ടൈറ്റിൽ അട്രാക്റ്റീവ് ആയിരിക്കണം. ഷോർട്സ് വെർട്ടിക്കൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലിക്ക് കിട്ടാൻ മനസ്സിലാകുന്ന രീതിയിലും ക്യൂരിയോസിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലും ആയിരിക്കണം അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷോർട്സ് അൽഗോരിതത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ തുടർന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുക. ടൈം മാറ്റി വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഓഡിയൻസ് ചേഞ്ച് ആകും. അതായത് ഷോർട്ട് വീഡിയോ സജഷൻ അനുസരിച്ചല്ല റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരേ ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ടൈം മാറി അപ്ലോഡ് ചെയ്യുന്നതിലൂടെ സ്ഥിരമായിട്ടുള്ള ഓഡിയൻസിൽ നിന്ന് വ്യൂസ് ലഭിക്കാതെ വരും. ഇതും യൂട്യൂബ് അൽഗോരിതത്തിൽ പെടുന്ന കാര്യം തന്നെയാണ്. മിനിമം ആഴ്ചയിൽ 2 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുക. ഷോർട്സിൽ കൂടി കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ലഭിക്കുക. അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുന്നത് വരെയെങ്കിലും കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിവതും മൊബൈലിൽ തന്നെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. മൊബൈലിൽ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ലഭിക്കും. ഇതിൽ ഒന്ന് തംബ്നെയിലാണ്. തംബ്നെയിലും ഷോർട്ട് വീഡിയോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോണിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് തംബ്നെയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഐ ക്യാച്ചി ആയിട്ടുള്ള ഭാഗം തംബ്നെയിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. മറ്റൊന്ന് ഫോണിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് മ്യൂസിക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ട്രെൻഡിംഗ് ആയിട്ടുള്ള മ്യൂസിക് അതല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഉപയോഗിച്ച സൗണ്ട് ഉപയോഗിക്കുന്നതിലൂടെ കൂടുതൽ വ്യൂസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്യാതെ ഇരിക്കുക. കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. ഇത് യൂട്യൂബ് അൽഗോരിതത്തിൽ ഒന്ന് സെറ്റായി വരാനാണ്. മിനിമം 2 മണിക്കൂറെങ്കിലും വയ്ക്കുക. അതിനുശേഷം പബ്ലിഷ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ഷോർട്ട് വീഡിയോ വൈറലാകാൻ അതല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് ലഭിക്കാൻ ഓഡിയൻസ് റിട്ടൻഷനും ഹൗ മെനി ചൂസ് ടു വ്യൂ എന്ന ഓപ്ഷനും ശ്രദ്ധിച്ചിരിക്കണം. നല്ല ഓഡിയൻസ് റിട്ടൻഷനും ഷോർട്സിൽ ഓപ്പൺ ചെയ്ത ഒരു വീഡിയോ ഓഡിയൻസ് സ്വൈപ്പ് ചെയ്യാതെ കൂടുതൽ കാണുകയും വേണം. ഈ 2 കാര്യങ്ങളൊക്കെ ഓക്കെ ആയാൽ നമ്മുടെ വീഡിയോ വൈറലാകും. ഇത് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നല്ല ഓഡിയൻസ് റിട്ടൻഷൻ ഡ്യൂറേഷൻ അനുസരിച്ചാണ് വേണ്ടത്. 10 സെക്കൻഡിന് താഴെയുള്ള വീഡിയോ ആണെങ്കിൽ 100ന് മുകളിൽ ഓഡിയൻസ് റിട്ടൻഷൻ വേണം. 30 സെക്കൻഡ് തൊട്ട് 60 സെക്കൻഡ് വരെയുള്ള വീഡിയോസിൽ 85 തൊട്ട് 100 വരെയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 10 സെക്കൻഡിന് താഴെയുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാതെ ഇരിക്കുക. ഈ ഡ്യൂറേഷനിലുള്ള വീഡിയോ യൂട്യൂബ് കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. മിനിമം 30 സെക്കൻഡ് ഡ്യൂറേഷൻ എങ്കിലും വേണം. 60 സെക്കൻഡ് ഡ്യൂറേഷൻ ഉള്ള ഒരു വീഡിയോ ഓഡിയൻസിനെ കൂടുതൽ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് അതിൽ നിന്ന് ലഭിക്കും. ഇതിനായിട്ട് എഡിറ്റിംഗ് ചെയ്യേണ്ട കുറച്ച് ട്രിക്സ് ഉണ്ട്. ഒന്നാമത്തേത് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. വീഡിയോയുടെ എൻഡും സ്റ്റാർട്ടും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണിത്. ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ വീഡിയോ തീർന്നതായി ഓഡിയൻസിന് പെട്ടെന്ന് മനസ്സിലാകില്ല. അതിനാൽ വീഡിയോ അവസാനിച്ച ശേഷം സ്റ്റാർട്ടിംഗ് വീണ്ടും കണ്ടു തുടങ്ങും. ഇങ്ങനെ ഈ വീഡിയോയുടെ ഓഡിയൻസ് റിട്ടൻഷൻ 100ന് മുകളിൽ നേടാം. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീഡിയോ കാറ്റഗറി അനുസരിച്ച് ക്രിയേറ്റീവ് ആയിട്ട് ഇത് വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളൊരു വീഡിയോയുടെ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് നിർത്താം. വീഡിയോയുടെ തുടക്കത്തിൽ ഈ വീഡിയോ ഡയറക്റ്റ് ആയിട്ട് തുടങ്ങാവുന്നതുമാണ്. ഇത്തരത്തിൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വീഡിയോ ഞാൻ കാണിക്കാം.
What this guy just did made her laugh while performing. When he walked up to her and gave her the money, she got happy. But what happens next made her laugh, because it is the most unexpected thing ever. What would your reaction be if someone did this to you? Because what this guy just did made her അപ്പോൾ ഈ രീതിയിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് എഫക്റ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ വീഡിയോയുടെ എൻഡിലും സ്റ്റാർട്ടിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ ഓഡിയൻസിനെ കൂടുതൽ എൻഗേജ് ചെയ്യാൻ സഹായിക്കും. വീഡിയോയുടെ എൻഡിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതും ഓഡിയൻസിന്റെ ടെൻഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തുടക്കത്തിൽ ഒരേപോലെ പോയ ശേഷം പ്രതീക്ഷിക്കാത്ത ഭാഗമാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഓഡിയൻസ് വീഡിയോ സ്വൈപ്പ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം വീഡിയോ തീരാറായെന്ന് ഓഡിയൻസിന് മനസ്സിലാകില്ല. ഇങ്ങനെയും നമുക്ക് ഓഡിയൻസ് റിട്ടൻഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതുകൂടാതെ സബ്ടൈറ്റിൽ ആവശ്യമുള്ള വീഡിയോ ആണെങ്കിൽ അതുകൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. യൂട്യൂബ് ഷോർട്സിൽ വരുത്തുന്ന മിസ്റ്റേക്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ചെറിയ ചാനലിനെ കാര്യമായിട്ട് ബാധിക്കും. ഒടുവിൽ രണ്ടിലും വ്യൂസ് ഇല്ലാത്ത അവസ്ഥ വരും. മറ്റൊരു കാര്യം, ഷോർട്സ് തന്നെ അപ്ലോഡ് ചെയ്ത് 10 മില്യൺ വ്യൂസ് 90 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് വെച്ച് നിർത്താണ്, ബാക്കിയുള്ള ആഡ് ചെയ്യാൻ കഴിയില്ല.